ഇന്നത്തെ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ കേട്ടോ. ഞാൻ ഈ ഐസ്ക്രീം സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് സെർവിങ് പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റിയപ്പോഴും അതുപോലെ നമ്മൾ വീഡിയോ എടുക്കാൻ കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ട് കുറച്ചൊന്ന് അലിഞ്ഞ പോലെ നിങ്ങൾക്ക് പ്ലേറ്റിൽ തോന്നി കാണും. പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐസ്ക്രീം നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഷോപ്സിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടന്നാലോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 25 മിനിറ്റോളം 20-25 മിനിറ്റോളം നമുക്ക് നന്നായിട്ടിത് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇനി ഈ വിപ്പിംഗ് ക്രീമിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. ഏകദേശം ഒരു 150 ഗ്രാം. അപ്പോൾ ബൗളിലെടുത്തപ്പോൾ ഒരു 3/4 ബൗളോളം ഉണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുക. അതും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. വിസ്ക് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കാനുണ്ട്. കൊക്കോ പൗഡറും ഒരു 25 ഗ്രാം, അതായത് ഒരു ബൗളെടുത്തപ്പോൾ ഒരു 1/2 ബൗളോളം ഉണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. നമ്മളെ 3 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായിട്ട് വന്നല്ലോ. നമുക്കിനി ഇതിന് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ആ ബൗളാണ് ഫ്രീസറിൽ സെറ്റായി ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ബൗൾ എടുക്കുമ്പോൾ നല്ല ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബൗൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഐസൊന്നും ഉള്ളിൽ കിടക്കാത്ത വിധത്തിലുള്ള നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ബൗൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഈ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു 4-5 മണിക്കൂറോളം ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വെക്കാം. 5 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾക്കും വളരെ സോഫ്റ്റായിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.